ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ലോകത്തിൽ അനവധി വിദ്യാഭ്യാസ രീതികൾ, സമ്പ്രദായങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള മോഡേൺ ടെക്നോളജി ഇന്ന് വളരെയധികം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ടും ഒരു സത്യം ഞാനും നിങ്ങളും അംഗീകരിക്കണം. അതായത് മെഡിക്കൽ വിദ്യാഭ്യാസമായാലും ശരി, എൻജിനീയറിംഗ് വിദ്യാഭ്യാസമായാലും ശരി, ഇന്ന് ഏത് മേഖലയിൽ നോക്കിയാലും എല്ലാ മേഖലകളിലും പുതിയ പുതിയ ടെക്നോളജികളും സിസ്റ്റങ്ങളും അഡോപ്റ്റ് ചെയ്യുമ്പോഴും മനുഷ്യൻ്റെ മനസ്സ് അത് വികസിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ വികസിക്കുന്നുണ്ടോ? അതായത് നമുക്ക് അറിയണം, നമ്മുടെ ജീവിതത്തിൽ ഈ അറിവിനോടൊപ്പം, ഭൗതികമായ അറിവിനോടൊപ്പം മാനസികമായിട്ട് നാം കൂടുതൽ സന്തുഷ്ടരും അതുപോലെ മാനസികമായി ഉൾക്കൊള്ളാനുള്ള വിശാലതയും പ്രതിസന്ധികളെ നേരിടുന്ന കരുത്തും ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാണോ? അതോ ഭയം, ദുഃഖം, വിഷമം, സ്വാർത്ഥത, അസൂയ, പക ഇത്തരം കാര്യങ്ങളാണോ കൂടുതലുള്ളത്? ഇപ്പം നമ്മളിൽ സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സ്നേഹം തിരിച്ച് എത്തുന്നത് വിദ്വേഷത്തിലേക്കും പകയിലേക്കും ഒക്കെ ആണെങ്കിൽ അപ്പോൾ ആ സ്നേഹത്തിനേക്കാളും ശക്തിയല്ലേ പകയും വിദ്വേഷവും? ഈ തരത്തിൽ മനുഷ്യ മനസ്സ് യഥാർത്ഥത്തിൽ ഇന്ന് വിദ്യാഭ്യാസത്തോടൊപ്പം പുരോഗതി പ്രാപിക്കുകയല്ല. കാരണം മനസ്സിനെ വികസിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം നമുക്ക് വന്നിട്ടില്ല. സൈക്കോളജിയുടെ പഠനങ്ങളുണ്ടെങ്കിലും, സൈക്കാട്രി മെഡിക്കൽ കോളേജുകളിലുണ്ടെങ്കിലും മനസ്സ് വികസിക്കുന്നില്ല. അങ്ങനെ സൈക്കാട്രിയൊക്കെ പഠനത്തിൻ്റെ ഭാഗമായി മാനസികമായി പരിവർത്തനം വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ചില സൈക്കാട്രിസ്റ്റുമാരാണ് തീവ്രവാദത്തിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ അവരുടെ മനസ്സ് വികസിച്ചില്ല എന്നതിനെ മനസ്സിലാക്കാമല്ലോ. കാരണം തൻ്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ഏത് ക്രൂരതയും ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ, കേരളത്തിൽ നിന്ന് തന്നെ ചില ഡോക്ടർമാർ ഇത്തരം റിക്രൂട്ടിംഗ് ഏജൻസികളുടെ കയ്യിൽപ്പെട്ട് വിദേശത്തേക്ക് കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനസികമായി മനുഷ്യൻ ശരിക്കും വികസിക്കുന്നുണ്ടോ? ചെറിയ തോതിലുണ്ടെങ്കിലും കൂടുതലും അവരുടെ ഉള്ളിലുള്ള ദുർബല ചിന്തകൾ അവരെ താഴോട്ട് വലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഇവിടെയാണ് ഭഗവത്ഗീത പഠനം നമ്മളെ സഹായിക്കുന്നത്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഗീത ഒരു മതത്തിൻ്റെ മാത്രം ഗ്രന്ഥമാണ്. ഗീത മാനവരാശിയുടെ മുഴുവൻ ഗ്രന്ഥമാണ്, അറിവാണത്. നിങ്ങൾക്ക് ശരിയായ ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ, എന്താണ് ജീവിതം, എവിടെ നിന്നാണ് ഈ ജീവിതം വന്നത്, സ്വർഗമെന്നുണ്ടോ, ദൈവമെന്നുണ്ടോ, ഇതിലൊക്കെ സത്യമുണ്ടോ, അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്ന ഗീത പഠിക്കണം. ഇപ്പം ഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെയാണ് മനസ്സിലാക്കുന്നത്. അവനവൻ്റെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെയാണ് നമ്മൾ പരിഹരിക്കാൻ പഠിക്കുന്നത്. ഇത് അവനവന് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് കോഴ്സാണ്. അവനവന് തന്നെ അവനവൻ്റെ മനസ്സിനെ ഉയർത്താനുള്ള ഒരു മാർഗദർശിയാണ്. അപ്പം അതുകൊണ്ടാണ് ഗീത പഠിക്കണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. നിൽക്കട്ടെ, ഇപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുന്നത്, മനുഷ്യ മനസ്സിൽ മരിക്കുവോളം ഭയം, ദുഃഖം, അന്ധമായ ചില ധാരണകൾ, തന്നെക്കുറിച്ച് താൻ ആരാണെന്ന് എന്നൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാത്ത അവസ്ഥ, സ്വാർത്ഥതകൾ, നമ്മുടെ ലോഭചിന്തകൾ, ദ്വേഷചിന്തകൾ, അസൂയ തുടങ്ങി കുറേ ദുർബല ചിന്തകൾ മരിക്കുവോളം നമ്മളെ പിന്തുടരുന്നുണ്ട്. അപ്പം ഇത്തരം ചിന്തകൾ വെച്ച് നാം ജീവിതം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും മനസ്സിന് ശാന്തി, സമാധാനം, സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ ബാഹ്യമായിട്ടെല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ മാനസികമായി നിങ്ങൾ അസ്വസ്ഥനും വളരെയധികം ഡിപ്രസ്ഡും ഡിസ്റ്റർബ്ഡും ആയിരിക്കും. ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. അപ്പം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് നമ്മുടെ മനസ്സിനെ പുറകോട്ട് വലിക്കുന്നത്, താഴോട്ട് വലിക്കുന്നത്. കേനപ്രയുക്തോയം പാപം ചരതി. അപ്പം അതിൽ നിന്ന് ഉത്തരം കിട്ടുന്നത് കാമയേഷ ക്രോധേഷ, നമ്മുടെ ദൗർബല്യങ്ങളോടുള്ള നമ്മുടെ ആകർഷണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന സ്വഭാവം, അതിനെ തന്നെ നമ്മൾ വകവെച്ചു കൊടുക്കുന്ന സ്വഭാവം,
ഈ തീവ്രവാദത്തെയൊക്കെ വകവെച്ച് കൊടുക്കുമ്പോഴാണ് പിന്നീടത് ഒരിക്കലും നമുക്ക് എടുത്തു കളയാൻ പറ്റാത്ത വിധത്തിൽ കണ്ണിൽ കരടായി മാറുന്നത്. ഇപ്പം കേരളമൊക്കെ അങ്ങനെയാണ് അവർക്കൊരു ഭൂമിയായിത്തീരുന്നത്. അവർ വളരാൻ അനുവദിക്കുകയാണ്, സൗകര്യങ്ങൾ കൊടുക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യാനോ ആർക്കും ഒരു അവകാശമില്ല. കുറേ കഴിഞ്ഞാൽ ഇത് തലവേദനയാകുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നങ്ങളായി മാറുക. അപ്പം അതുപോലെ നമ്മുടെ ദൗർബല്യങ്ങൾ നാം വളരാൻ അനുവദിക്കുമ്പോൾ പിന്നീട് നമുക്കതിൽ നിന്ന് പുറത്ത് കിടക്കൽ അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ കാമമുണ്ട്. കാമം എന്നാൽ ദൗർബല്യങ്ങളെ നാം ഒരു ചില കോംപ്രമൈസ് ചെയ്യുക. അതിലിപ്പോൾ എന്താ എന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്യുക. രണ്ടാമത്തത്, ഇതെല്ലാം പ്രശ്നങ്ങളായാൽ പൊട്ടിത്തെറിക്കുന്ന, ആകെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന, നമ്മളെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം കാമവും ക്രോധവും നമ്മുടെ ഉള്ളിൽ ഒരു വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന വിത്താണെന്ന് നാം അറിയുക. അപ്പം അതുകൊണ്ട് ഇതിനെ നാം എടുത്തു മാറ്റണം. അതിനെന്താ വേണ്ടത്? 39ാമത് ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അതിനെ വഴി പറഞ്ഞിരുന്നു. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണാം കാമരൂപേണ കൗന്തേയ ദുഷ്പൂരേണാനലേന ച. ഒന്നുകൂടി ചൊല്ലാം. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണാം കാമരൂപേണ കൗന്തേയ ദുഷ്പൂരേണാനലേന ച. ഇത്ര ആഴത്തിൽ ഹ്യൂമൻ സൈക്കോളജിയിലേക്ക്, മനഃശാസ്ത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അത്ഭുത മഹാനാണ്, ഗുരുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഈ ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ കൃഷ്ണൻ ജീവനോടെ ഇരുന്നാൽ പാദത്തിൽ വീണ് നമസ്കരിക്കും. ഒരു യൂണിവേഴ്സിറ്റികളും ഒരു കോളേജുകളും ഒരു റെഫറൻസ് ബുക്കുകളും ഇല്ലാത്ത കാലത്താണ് കൃഷ്ണൻ ജീവിച്ചിരുന്നത്. ഒരുപക്ഷെ ഇന്ന് അനവധി ശാസ്ത്രജ്ഞന്മാർക്ക് മുൻപ് ചെയ്ത വർക്കൊക്കെ എടുത്ത് പഠിച്ചിട്ടൊക്കെ പലതും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാലത്ത് ലൈബ്രറി പോലുള്ള സംവിധാനങ്ങളില്ല. എല്ലാ ലൈബ്രറിയും ഹ്യൂമൻ ബ്രെയിൻ്റെ അകത്താണ്. അന്നും ബുക്കുകളുണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ ഇന്നത്തെ പോലെ കടലാസ് ബുക്കുകളാവില്ല, ഓലകളിലൊക്കെ എഴുതി വെച്ചതായിരിക്കാം. ഇപ്പോൾ കൃഷ്ണനും അന്ന് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളില്ലാത്ത കാലത്താണ് ഇന്നത്തെ വിദ്യാസമ്പന്നർ പോലും ചിന്തിക്കാത്ത ഡയറക്ഷനിൽ കൃഷ്ണൻ്റെ മനസ്സൊക്കെ ചെന്നിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതവും ആദരവും ഒക്കെ തോന്നും. നോക്കാം ആ ശ്ലോകം. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ. ആവൃതമാണ്. എന്താണ് ആവൃതമായിരിക്കുന്നത്? ആവൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അർത്ഥം ആവൃതം, മൂടി എല്ലാം മൂടപ്പെട്ടിരിക്കുക. എന്തിനെയാണ് മൂടപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ജ്ഞാനം ആവൃതം, ജ്ഞാനം ഏതേന ആവൃതം. ഈ പറഞ്ഞിരിക്കുന്ന കാമക്രോധങ്ങൾ, ഏതേന എന്ന് പറഞ്ഞാൽ കാമക്രോധങ്ങളാൽ ജ്ഞാനം ആവൃതം, ജ്ഞാനം ആവൃതമാണ്. ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ജ്ഞാനം, വിളക്കിനെ പുക മറഞ്ഞിരിക്കുക, നേരത്തെ പറഞ്ഞല്ലോ. കണ്ണാടിയിൽ പൊടി പറ്റി പിടിച്ചിരിക്കുക. അതുപോലെ കുഞ്ഞിനെ ഗർഭത്തിലെ ആവരണം ചുറ്റി പിണഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അതിനെ പൊതിഞ്ഞിരിക്കുക എന്നതുപോലെ ജ്ഞാനത്തെ, അറിവിനെ നേരത്തെ പറഞ്ഞ കാമ ക്രോധങ്ങൾ പൊതിഞ്ഞു വച്ചിരിക്കുന്നു, ആവൃതം ചെയ്തിരിക്കുന്നു. ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ. എല്ലാവരുടെ ഉള്ളിലുമുള്ള ആത്മജ്യോതി അത് ഒരേ പ്രകാശമാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കൊരിക്കലും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും ഊർജം വ്യത്യസ്തമാണെന്ന്. ഇവിടെ എല്ലാവരിലും ഉള്ളത്, അല്ലെങ്കിൽ എല്ലാവരും എന്നത് പറയുന്നത് ഒരേ ഈക്വൽ വാല്യൂ ഉള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണാണ്. ഒരു വശത്ത് അതിനെ പ്രേരിപ്പിക്കുന്ന, അതിനെ വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ബോധ ഊർജമാണ്. ഊർജ്ജശക്തി ഒരിക്കലും ഒരിടത്തും കൂടുതലും കുറവുമല്ല. ചിലവർ ഈശ്വരനെ സർവശക്തൻ എന്ന് വിളിക്കുമ്പോൾ ആ സർവശക്തിയിൽ നിന്നാണ് നമ്മളും വികസിച്ച് വന്നിട്ടുള്ളതെങ്കിൽ
നമ്മളും ആ സർവശക്തിയുടെ സ്വരൂപം തന്നെയാണ്. അല്ലാതെ നമ്മൾ അടിമകളല്ല, നമ്മൾ ദുർബലരല്ല. ഊർജത്തിൽ നിന്നുണ്ടായതും ഊർജം തന്നെയാണ്. വാട്ട് എവർ വി ആർ സീയിങ് ഈസ് ആൾസോ മാനിഫെസ്റ്റഡ് ഫോം ഓഫ് എനർജി. അപ്പം അതിനും അതേ ശക്തി തന്നെയാണ്. നാം ആന്തരികമായി നോക്കിക്കഴിഞ്ഞാൽ, സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ ശക്തിയിൽ നിന്നാണ് രൂപപ്പെടുത്തതെങ്കിലും എവിടെയാണ് ഈ ശക്തി ദുർബലമാകുന്നത്? ദുർബലമാകുന്നത് അവൻ്റെ ചിന്തകളുടെ ലോകത്തിലാണ്. ചിന്തകൾ ദുർബലമാകുന്നത് കൊണ്ടാണ് നാം ദുർബലരാകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന കാമക്രോധ ലോപമോഹ സ്വാർത്ഥ അസൂയ വിദ്വേഷം ഇതൊക്കെ നമ്മളെ ദുർബലരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദുർബല ചിന്തകളുള്ളവരാണ് അവർ ഈശ്വരൻ്റെ അടിമകളാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്നത്. നമ്മളാരും ആരുടെ അടിമകളല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ആകാശത്തിനപ്പുറത്താണെങ്കിൽ അടിമകളാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ വികസിപ്പിക്കുന്നതിന് പ്രേരണ കൊടുത്ത ബോധശക്തിയാണെങ്കിൽ, നിയമമാണെങ്കിൽ, ആ ഈശ്വര ശക്തി, അതായത് നിയമശക്തിയുടെ ഭാഗമാണ് ഈ പ്രപഞ്ചം. ആ ഈശ്വരശക്തിയും പ്രപഞ്ചവും രണ്ടല്ല. ഒന്ന് മാനിഫെസ്റ്റഡ് ആണ്, മറ്റേത് അൺമാനിഫെസ്റ്റഡ് ആണ്. ഇത്രയുള്ള വ്യത്യാസം. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആ ഒരു ബോധത്തിൻ്റെ, അനന്തശക്തിയുള്ള ബോധത്തിൻ്റെ അതിൽ നിന്ന് പ്രകടമായ ചിന്തകൾ അത് നെഗറ്റീവായപ്പോൾ ദുർബലരായെന്ന് മാത്രം. എന്നാൽ അതേ ബോധത്തിന് നമ്മൾ ഉയർത്താനുള്ള കഴിവുണ്ട്, ഉണർത്താനുള്ള കഴിവുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചിന്താമണ്ഡലത്തെ ഒന്ന് മാറ്റണം എന്ന് മാത്രം. ധാരാളം പായൽ നിറഞ്ഞ വെള്ളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ ആ പായലെന്നെടുത്തു മാറ്റുന്ന പോലെ, വെണ്ണയുണ്ടാക്കുന്ന സമയത്ത് തൈര് കടയുമ്പോൾ ആദ്യമൊക്കെ ആ വെണ്ണ അങ്ങനെ തൈര് പാത്രത്തിൽ നിറഞ്ഞ് അങ്ങനെ നിൽക്കും, തൈര് കാണില്ലേ നമ്മൾ. ക്രമേണ ആ തൈര് മോരായി ആ വെണ്ണയെല്ലാം പതുക്കെ കൂടി ഒരു ഭാഗത്ത് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ആ തൈരിന് മാറ്റം വന്ന് അത് മോരായി നിൽക്കുന്നത് കാണുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ദുർബല ചിന്തകളെ നാം കാണാതെ പോകരുത്. കാരണം അവിടെ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചിന്തകൾ ദിനം പ്രതി അതിന് ശക്തി വരും. ആ ശക്തി പിൽക്കാലത്ത് നമ്മളെ വളരെ അസ്വസ്ഥമാക്കും, മാനസികമായി തളർത്തും, പിന്നീടത് സ്വന്തം അധപ്പതനത്തിന് തന്നെ വഴിയൊരുക്കും. അതുകൊണ്ടാണ് എനിക്ക് രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത്, അതൊക്കെ നിങ്ങൾ കുട്ടികളിൽ ശരിക്കും പരിശീലിപ്പിക്കണം. കുട്ടികൾ വളർന്നു വരും തോറും അവരുടെ ഉള്ളിൽ പലവിധ കോംപ്ലക്സുകളുണ്ടാവും. ഒന്ന് ജനിച്ചപ്പോൾ കൊണ്ടുവന്ന കോംപ്ലക്സുകൾ. ആ കോംപ്ലക്സുകളെ മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ, നല്ല ചിന്തകൾ നിരന്തരം മനസ്സിലേക്ക് കൊണ്ടുവരിക. ചിന്ത കൊണ്ട് മാത്രമേ ചിന്തകളെ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പം ചിന്തകളെ കൊണ്ടുവരാനാണ് നാം ഉപാസനകളും അനുഷ്ഠാനങ്ങളും ശീലിപ്പിക്കേണ്ടത്. അപ്പം നിത്യനിരന്തരമായി ജപ ധ്യാനങ്ങൾ പരിശീലിക്കുന്നവർക്ക് ഈ ദുർബല ചിന്തകളുടെ ശക്തി ക്രമേണ ശോഷിച്ച് അവരുടെ ഉള്ളിലുള്ള വെളിച്ചം, ആത്മദീപം, ആത്മജ്ഞാനം പ്രകടമാവാൻ തുടങ്ങും. അതായത് ഏകാഗ്രത, കരുത്ത്, ശക്തി ഇതൊക്കെ വരാൻ തുടങ്ങും. ഇനി എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഇന്നേറെക്കുറെ കുട്ടികൾ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഏകാഗ്രതയില്ല, ഒന്നിനൊരു കോൺസെൻട്രേഷൻ ഇല്ല, പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരുന്നു. കാരണം ഒരു താല്പര്യമില്ല. ഇത്തരം സമയങ്ങളിൽ കുട്ടികളെ നമ്മൾ ചീത്ത വിളിക്കുകയോ ബഹളം വയ്ക്കുകയോ അല്ല വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടികളുടെ ഉള്ളിൽ തമോ ഗുണവും രജോ ഗുണവും സ്വാധീനിച്ചിരിക്കുന്നു. സത്വ ഗുണത്തിന് ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ ഈ തമോ ഗുണം ആലസ്യമാണ്, രജോ ഗുണം അസ്വസ്ഥമാണ്. അപ്പം തമോ ഗുണവും രജോ ഗുണവും വന്നാൽ പഠനത്തിനോട് താല്പര്യം ഉണ്ടാവില്ല, വേറെ പലതിനോട് താല്പര്യം ഉണ്ടാവും. അങ്ങനെയാണ് പല കുട്ടികളും അച്ഛനമ്മമാരെ കാണാതെ വാട്സാപ്പുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ഫേസ്ബുക്കും അതും ഇതൊക്കെ ആയിട്ട്
കൂടുതൽ അതിലേക്ക് താല്പര്യം കാണിക്കുന്നത്. ഒന്നാമത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആണ്. അതിൻ്റെ കൂടെ അച്ഛനമ്മമാരുടെ ചീത്തവിളിയും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഇതിനോട് മടുപ്പും വിരസതയും വരും. പിന്നെ ഇത് കുത്തിയിരുന്ന് ബൈഹാർട്ട് പഠിക്കുന്ന ആളുകൾക്ക് അവർക്കും കുറേ കഴിഞ്ഞാൽ മടുപ്പ് വരും. അതാണ് വിദ്യാഭ്യാസത്തോട് മടുപ്പ് വരുന്നത്, പലർക്കും വിരസത വരുന്നത്. കാരണം വളരെ കുറച്ച് അധ്യാപകന്മാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാനുള്ള കഴിവുള്ളൂ. ബാക്കിയെല്ലാം പുസ്തകം അങ്ങനെ തത്തമ്മയെ പൂച്ച. കാരണം അവർ BEd പാസ്സായി അവർ കാശ് കൊടുക്കുകയോ അല്ലാതെയോ എങ്ങനെയൊക്കെയോ കയറിക്കൂടി എന്നല്ലാതെ, അതും പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ അതൊരു തൊഴിലായി മാറിയപ്പോൾ ആത്മാർത്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ കുറച്ച് അധ്യാപകന്മാർക്ക് മാത്രമേ ആത്മാർത്ഥത നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം തൊഴിൽ. കാരണം നമ്മുടെ രാഷ്ട്രീയം ആ കൾച്ചർ ഉണ്ടാക്കി വെച്ചത് ഒരു തൊഴിൽ പ്രസ്ഥാനമാണെന്നുള്ളത്. അപ്പോൾ ഇത് തൊഴിലായി മാറിയപ്പോൾ കുട്ടികളുടെ വ്യക്തിത്വമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇവിടെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം. സ്കൂളുകളിലല്ല കുട്ടികളുടെ വ്യക്തിത്വം വികസിപ്പിക്കേണ്ടത്. അവിടെ വെറും പുസ്തകം പഠിപ്പിക്കലും ആ പുസ്തകജ്ഞാനം മസ്തകത്തിലേക്ക് കയറ്റലും മാത്രമാണ്. പുസ്തകവും മസ്തകവും തമ്മിലുള്ള ബന്ധമാണത്. അല്ലാതെ മനുഷ്യൻ്റെ ഹൃദയമാകുന്ന മനസ്സായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. അപ്പം അതുകൊണ്ട് മനസ്സിനെ വികസിപ്പിക്കുക എന്നാൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഏകാഗ്രത കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രണവോപാസന ശീലിപ്പിക്കണം കുട്ടികളെ. നീട്ടി ഓങ്കാരം ചെയ്ത് അത് പെട്ടെന്നൊന്നും കിട്ടുന്നുണ്ടാവില്ല. കുറേ കാലം പരിശീലിച്ചാൽ ഏകാഗ്രത വരും. അതുപോലെ ഉറക്കം തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതിന് കാരണം ആ കുട്ടികൾക്ക് അവരുടെ കൂടെ ഇരുന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, അതിന് രക്ഷിതാക്കളൊന്ന് കൂടെ ഇരിക്കാൻ സാധിച്ചാൽ, ഞാൻ പറയണത് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള രക്ഷിതാക്കൾ. അല്ലാത്ത രക്ഷിതാക്കൾ വേണ്ടത് കുട്ടികളുടെ കൂടെ ഇരിക്കുക. അവർക്ക് ബോറടിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുക. അങ്ങനെ അവരുടെ കൂടെ നിന്ന് അവരുടെ മനസ്സിനൊരു പ്രേരണയും പ്രചോദനവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ അവർക്കിതിനോടൊരു താല്പര്യം വരും. അതുപോലെ തന്നെ അവരെ ചില ഉപാസനകൾ പരിശീലിപ്പിച്ചിട്ടില്ല എങ്കിൽ നാളെ സമൂഹത്തിൽ നിന്ന് വരുന്ന പല പ്രശ്നങ്ങളെയും അവർക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. പ്രേമമോ അല്ലെങ്കിൽ വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ അതിലൊക്കെ പെടുന്നതിന് മുമ്പ് ഈ കൂട്ടുകെട്ട് ശരിയല്ല, ഈ പ്രേമം അപകടത്തിലേക്ക് പോകുന്ന പ്രേമമാണ്, ഇതൊന്നും ഇപ്പോൾ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കാലിൽ എനിക്ക് നിൽപ്പുണ്ടാവില്ല, വിദ്യാഭ്യാസത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്ത്, കാരണം ഇന്നിപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തൊഴിലുള്ളൂ, ഇതൊക്കെ ഓർമ്മയിൽ വരണ്ടേ. ഈ തരത്തിൽ നാം നല്ല ഒരു ട്രെയിനറായിട്ട് മാറണം അച്ഛനമ്മമാർ. കുട്ടികളെ നിങ്ങൾ അവരുടെ ലോകത്തിലേക്ക് വിട്ടാൽ അവരുടെ മനസ്സ് വികസിക്കില്ല, ബുദ്ധി വികസിക്കും. മനസ്സ് വികസിക്കുന്നതിന് പകരം വേണ്ടാത്ത കൂട്ടുകളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ, വേണ്ടാത്ത ചിന്തകളിൽ ചെന്ന് പെട്ടാൽ പിന്നെ നിങ്ങൾക്കിരുന്ന് ദുഃഖിക്കേണ്ടി വരും. ഇന്നതാണ് കേരളത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളായിക്കഴിഞ്ഞാൽ പിന്നെ പല രക്ഷിതാക്കളും അവരെ കുറേ ചീത്ത വിളിക്കുക എന്നല്ലാതെ അവർക്കൊരു മനസ്സുണ്ടെന്നും ആ മനസ്സിൽ കുറേ ഭയം, ദുഃഖം, വിഷമം, സ്വാർത്ഥത, അസൂയ, കാമം, ക്രോധം തുടങ്ങിയ വികാരങ്ങളുണ്ടെന്നും അച്ഛനമ്മമാർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഈ വികാരങ്ങളൊക്കെ നാളെ പലതിനോട് സ്വാധീനമുണ്ടാക്കാം, പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകാം എന്നൊന്നും രക്ഷിതാക്കൾ അറിയുന്നില്ല. ഇപ്പം കണ്ടില്ലേ, ഒരു അമ്മ കടന്ന് കരയുന്നത് കഴിഞ്ഞ ഏതാനും നിങ്ങൾ വാർത്തകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കടന്നുകൊണ്ട് ഒരു പെൺകുട്ടിയെ, എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്ന ഒരമ്മ. അപ്പോൾ ആ മകൾ കൂടെ ജീവിക്കുന്ന കാലത്ത് ഈ മകളുടെ ഉള്ളിൽ ഇങ്ങനെ കാമവാസനകളുണ്ടെന്നും പ്രേമമുണ്ടെന്നും ആ പ്രേമം അപകടകരമായ പ്രേമമാണെന്നും അതൊക്കെ ആ കുട്ടിക്ക് തിരിച്ചറിയാനുള്ള പക്വതയില്ല. അതിന് ആ കുട്ടിയെ വേണ്ട പോലെയൊക്കെ ഒന്ന് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി വേണ്ട രീതിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് അതൊന്നും അഭിമാനം സമ്മതിക്കില്ല. കാരണം നാട്ടുകാരറിഞ്ഞാൽ മോശമല്ലേ. ഇപ്പം എന്തായി, നാട്ടുകാരല്ല, ലോകം മൊത്തം അറിഞ്ഞില്ലേ. മകളാണെങ്കിൽ ഒരു തീവ്രവാദിയുടെ കൂടെ പോയി, അതിൽ മകനും ഉണ്ടായി. അതിന് തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിലാക്കിയതിൽ ആർക്കും അമ്മമാർക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ? അച്ഛനമ്മമാർക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് കുറേ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിന് കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കൾ, അച്ഛനമ്മമാർ അല്പം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ വിദ്യാഭ്യാസം മാത്രമേ അവർ കുട്ടിയുടെ വ്യക്തിത്വ വികാസമായി കാണുന്നുള്ളൂ. വിദ്യാഭ്യാസം ബുദ്ധിക്കുള്ളതാണ്,
മനസ്സെന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ്. അത് സംസ്കാരമാണ്, ശീലമാണ്, സ്വഭാവമാണ്, അത് വാസനകളാണ്, വികാരങ്ങളാണ്. അത് മനസ്സിലാക്കും നിങ്ങൾ. വികാരങ്ങളെ ഒരിക്കലും വിദ്യാഭ്യാസം കൊണ്ട് മാറ്റി മറയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരെന്തിനാ ആത്മഹത്യ ചെയ്യണം? അവരിൽ ദൗർബല്യങ്ങളുള്ളതുകൊണ്ടല്ലേ. വിദ്യാഭ്യാസമുള്ളവർ പലപ്പോഴും തീവ്രവാദികളാവുന്നു, അവരിൽ ദൗർബല്യങ്ങളുള്ളതുകൊണ്ടല്ലേ. അവരുടെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടിയിട്ടല്ലേ അവർ തീവ്രവാദത്തിന് പോയത്. എനിക്ക് സ്വർഗം കിട്ടണം, നാട്ടുകാർക്ക് സ്വർഗം കിട്ടാൻ ഞാൻ അവരുടെ ഒരു സ്വർഗത്തിന് വേണ്ടി പ്രയത്നിക്കാമെന്നല്ല, എനിക്ക് സ്വർഗം കിട്ടണം. ഉണ്ടോയെന്ന് പോലും അറിയില്ല സ്വർഗം, എന്നാലും പോവുകയാണ് അതിനു വേണ്ടി. ഇതൊക്കെ നാം മനസ്സിലാക്കുക. മനസ്സിൻ്റെ ദൗർബല്യം, ആ ദൗർബല്യങ്ങളെ പരിഹരിക്കാൻ ഇപ്പുറത്ത് പരിശീലനങ്ങൾ തന്നെയാണ് വേണ്ടത്. പരിശീലനങ്ങളാണ്, ഞാൻ എടുത്തു പറയണം, പരിശീലനങ്ങളാണ്. അല്ലാതെ നിങ്ങൾ ഉപദേശങ്ങളല്ല അതിന് വേണ്ടത്. കുട്ടികളെ ഉപദേശിക്കുന്ന രക്ഷിതാക്കൾ യൂസ്ലെസ്സുകളാണ്. കുട്ടികളെ ചീത്ത വിളിക്കുകയല്ല വേണ്ടത്, അവരെ ഉപദേശിക്കുകയല്ല വേണ്ട, പരിശീലിപ്പിക്കൂ. അതിന് അച്ഛനും അമ്മയും പരിശീലിക്കണം. ഇപ്പം അമ്പലങ്ങളിൽ കൊണ്ടുപോയി അച്ഛനും അമ്മയും തൊഴുതു പോകുന്ന വളരെ താഴ്ന്ന സംസ്കാരമുള്ളവരായാൽ കുട്ടികളും അത് തന്നെ ചെയ്യും. യത് ആചരതി ഇതര ജന തഥാനുവർത്തത. നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് കുറച്ച് നേരം ജപിക്കുന്നു, ഓങ്കാരം ചൊല്ലുന്നു, നിങ്ങൾക്കതിലൊക്കെ വളരെയധികം താല്പര്യമുണ്ട്, നിങ്ങളുടെ കുട്ടികളും അതൊക്കെ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ നോക്കി, എത്രയോ നല്ല കുട്ടികൾ, അച്ഛനമ്മമാർ ഇത്തരം സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്നവർക്കുണ്ടല്ലോ. ആ കുട്ടികളും അത് തന്നെ അനുവർത്തിക്കുന്നു, ശ്രദ്ധിക്കുന്ന, നാമം ചെല്ലുന്ന എത്രയോ കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ അച്ഛനമ്മമാർ ശീലിപ്പിക്കണം, അവരും കൂടെ നിൽക്കണം, അവരും അനുഷ്ഠിക്കണം. അപ്പോഴാണ് ഉള്ളിലുള്ള ദുർബല ചിന്തകളുടെ ശക്തി കുറയുക. ഒരു കാര്യം ഞാൻ ആണിയടിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ്, ദുർബല ചിന്ത ഇല്ലാത്തവരായിട്ട് ലോകത്തിൽ ആരുമില്ല. ആ ദുർബല ചിന്തകളെ ദുർബലപ്പെടുത്താൻ അനുഷ്ഠാനങ്ങളെ കൊണ്ടും നല്ല പരിശീലനങ്ങളെ കൊണ്ടും മാത്രമേ സാധിക്കുള്ളൂ. ഉപദേശങ്ങളെ കൊണ്ട് സാധ്യമല്ല. മക്കളെ ഉപദേശിക്കരുത്, നിങ്ങളാരും ഉപദേശികളാവരുത്. അതൊക്കെ ചില മതത്തിൻ്റെ സംസ്കാരങ്ങളാണ്. അവരൊക്കെ ഉപദേശികളും പരദേശികളൊക്കെയാണ്. നമുക്ക് ഉപദേശമില്ല, നമുക്ക് പരിശീലനമാണ്. ആചാര്യൻ എന്നാണ്, ആചാര്യൻ എന്നാണ് വിളിക്കുക. ആചാര്യൻ എന്നാണ് ആചരിക്കുക, അത് ജീവിക്കുക, ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും. അത് ശീലമാക്കുക, അനുഷ്ഠിക്കുക. ഇത് രാവിലെ അച്ഛൻ ടി വിയുടെ മുന്നിലിരുന്നിട്ട് മക്കളോട് എന്താ പറയുക, പഠിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ വൈകുന്നേരം സീരിയലിൻ്റെ മുന്നിലിരുന്നിട്ട് മക്കളോട് പഠിക്കാൻ പറഞ്ഞാൽ ആ കുട്ടികൾ നന്നാവില്ല. അത് അമ്മ തന്നെ മാറ്റിയെടുക്കണം, അമ്മയുടെ ശീലങ്ങൾ. അപ്പം നമ്മൾ കുറച്ച് നേരം മൊബൈലും സിസ്റ്റങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നാമസ്മരണവും അങ്ങനെയൊക്കെയുള്ളൊരു സംസ്കാരത്തിൽ അച്ഛനമ്മമാർ വളർന്നാൽ കുട്ടികളും വളരും. അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ, ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയരുത്. ജീവിതത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തതും ഉണ്ട്, പകലും രാത്രിയും ഉള്ളതുപോലെ അനുകൂലവും പ്രതികൂലവുമുണ്ട്. പക്ഷേ നമ്മളത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിന് കാരണം നമുക്കതിനെ തരണം ചെയ്യാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട്. എന്തേ തരണം ചെയ്യാൻ പറ്റാത്തത്? ദുർബലരായതുകൊണ്ടല്ലോ. ദുർബലരാക്കിയതാണ് ആര്? നാം തന്നെ. എങ്ങനെ ദുർബലരായി? നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഈ ദുർബല വാസനകളെ പരിവർത്തനം വരുത്താൻ നാം തയ്യാറായിട്ടിരുന്നില്ല. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിരുന്നില്ല, അതിനുവേണ്ടി നമ്മൾ മെനക്കെട്ടിരുന്നില്ല. അപ്പം ആ ചിന്തകളൊക്കെ ദുർബലമാക്കി. അപ്പം ചിന്തകൾ ദുർബലമായാൽ നമ്മളും ദുർബലരായി. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ദുർബല ചിന്തകളുടെ പിടിയിൽ നിന്നും മുക്തരാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഭഗവാൻ പറഞ്ഞതുപോലെ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കൂടുതൽ വിശദീകരിക്കാം, എന്ത് പ്രാക്ടീസാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.